ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ സിനിമയുടെ എക്സ്പ്ലനേഷൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന സിനിമ വളരെ വിവാദങ്ങൾ നിറഞ്ഞ ഒന്നാണ്. ഈ സിനിമയിൽ എത്രത്തോളം നുണയുണ്ട്, എത്രത്തോളം സത്യമുണ്ട് എന്നതിന് ഔദ്യോഗികമായി ഒരു തെളിവുമില്ല. ഞാൻ ഈ സിനിമ കണ്ടു, അത് നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ പോകുന്നു. സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളത് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അവതരിപ്പിക്കുന്നു. സോ നമുക്കിനി ഒട്ടും വൈകാതെ സിനിമയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ ചരിത്രമാണ് കാണിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്ന ഘട്ടമായിരുന്നു അത്. രാജ്യമെമ്പാടും സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു. സംസ്കാരത്തിൽ ഇപ്പോഴും ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രാജാക്കന്മാരുടെയും ത്യാഗങ്ങളെ ജനങ്ങൾ ഓർമ്മിക്കുകയായിരുന്നു. ഹിന്ദി, മറാത്തി, തെലുങ്ക്, തമിഴ്, കന്നഡ തുടങ്ങിയ നിരവധി ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഓർക്കാൻ പോലും ഹൃദയഭേദകമായ ഒരു കാലഘട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. രാജ്യത്തിനുടനീളം ആ പീഡനകാലം അവസാനിച്ചെങ്കിലും പലയിടത്തും അത് തുടർന്നിരുന്നു. അവിടെയെല്ലാം ജനങ്ങൾ മറ്റൊരു നരകത്തിലാണ് ജീവിച്ചിരുന്നത്. അതിലൊന്നാണ് ഹൈദരാബാദ്. വളരെ കാലം ഹൈദരാബാദ് നിസാമുകളുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. ആറാമത്തെ നിസാം മെഹബൂബ് അലി ഹൈദരാബാദ് ഭരിച്ചിരുന്നപ്പോൾ എല്ലാവർക്കും എല്ലാം നല്ലതായിരുന്നു. എല്ലാവർക്കും അവരുടെ മതം പിന്തുടരാനും സംസ്കാരം പരസ്യമായി ആഘോഷിക്കാനും അവസരം ലഭിച്ചിരുന്നു. എന്നാൽ മെഹബൂബ് അലി ഖാന്റെ മരണത്തോടെ ജനങ്ങളുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. നിസാം ഉസ്മാൻ അലി ഖാൻ ഹൈദരാബാദിന്റെ ഭരണം ഏറ്റെടുത്തു. താൻ അള്ളാഹുവിന്റെ ദാസനാണെന്നും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണെന്നും അയാൾ വിശ്വസിച്ചു. അയാളുടെ മനസ്സിൽ ഇസ്ലാമിന്റെ സംരക്ഷണം എന്നാൽ ഹൈദരാബാദിൽ ഇസ്ലാം മതം മാത്രം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു. ഇതിനായി അയാൾ സ്വന്തമായി ഒരു സൈന്യത്തെയും രൂപീകരിച്ചു. അതിന്റെ പേരായിരുന്നു റസാക്കർ. മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു മൃഗമായിരുന്നു അതിന്റെ തലവൻ. ഖാസിം റസ്വി എന്നായിരുന്നു അവന്റെ പേര്. ഖാസിമിന്റെ പീഡനങ്ങൾ കാണാൻ ഒരു മനുഷ്യനും സാധിക്കുമായിരുന്നില്ല. അവൻ എല്ലായിടത്തുമുള്ള ആരാധനാലയങ്ങൾ തകർത്ത് പള്ളികൾ പണിതു. 12,000-ലധികം ആളുകളെ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് മാറ്റി. അതോടൊപ്പം നിസാം എല്ലാ സ്ഥലങ്ങൾക്കും ഇസ്ലാമുമായി ബന്ധപ്പെട്ട പേരുകൾ നൽകി. ഖാസിമിന്റെ ക്രൂരതയുടെ ഒരു ഉദാഹരണം തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം. നിസാമിന്റെയും ബ്രിട്ടീഷുകാരുടെയും അതിക്രമങ്ങൾക്കെതിരെ കുറച്ച് ആളുകൾ ശബ്ദമുയർത്തുന്നു. കാരണം അപ്പോഴും ബ്രിട്ടീഷുകാർ പൂർണ്ണമായി ഇന്ത്യ വിട്ടുപോയിരുന്നില്ല. പെട്ടെന്ന് ഖാസിം അവിടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കഴുത്തിൽ കയറിട്ട് വലിച്ച് അടുത്തുള്ള മരത്തിൽ ജീവനോടെ തൂക്കിക്കൊല്ലുന്നു. തൂക്കിക്കൊല്ലപ്പെട്ട ഓരോ വ്യക്തിയും വേദന കൊണ്ട് പുളഞ്ഞു മരിക്കുന്നത് എല്ലാവരുടെയും ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിനുശേഷം ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നിസാമിനെ കാണാൻ വരുന്നത് നാം കാണുന്നുണ്ട്. ഇരുവരും സംസാരിക്കുന്നതിനിടയിൽ സർദാർ പട്ടേൽ ജി ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർക്കാൻ നിർദ്ദേശിച്ചതായി ഉദ്യോഗസ്ഥൻ നിസാമിനോട് പറയുന്നു. മറുപടിയായി പാകിസ്ഥാനിൽ നിന്നും സമാനമായ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെന്നും എന്നാൽ താൻ അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്നും നിസാം പറയുന്നു. പക്ഷേ ഭാവിയിൽ ഹൈദരാബാദ് ഒരു ഇസ്ലാമിക രാജ്യമായി മാറുമെന്നും അതിന്റെ പേര് തുർക്കിസ്ഥാൻ എന്നായിരിക്കുമെന്നും താൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് അയാൾ കൂട്ടിച്ചേർക്കുന്നു. അടുത്ത സീനിൽ രാജ്യത്തിന് മുഴുവൻ സ്വാതന്ത്ര്യം ലഭിച്ചതായും രാജ്യമെമ്പാടും ത്രിവർണ്ണ പതാക ഉയർത്തുന്നതായും നാം കാണുന്നു. എന്നാൽ ഹൈദരാബാദിൽ മറ്റൊന്നാണ് സംഭവിച്ചത്. ഒരു മനുഷ്യൻ ത്രിവർണ്ണ പതാക ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അയാളെ അവിടെ വെച്ച് വെടിവെച്ചു കൊല്ലുന്നു. ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമല്ല, മറിച്ച് ഒരു സ്വാതന്ത്ര്യ ഇസ്ലാമിക രാഷ്ട്രമാണ് പ്രഖ്യാപിക്കുന്നു. അടുത്തതായി നാം സർദാർ വല്ലഭായ് പട്ടേൽജിയെ കാണുന്നുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം അതീവ സന്തുഷ്ടനാണ്. എന്നാൽ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഉപദേഷ്ടാവ് വന്ന് ഹൈദരാബാദിലെ നിസാം ഹൈദരാബാദിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചെന്നും ഇന്ത്യയിൽ ലയിക്കാൻ വിസമ്മതിച്ചെന്നും അറിയിക്കുന്നു. മറുപടിയായി പട്ടേൽജി പറയുന്നുണ്ട്, ഹൈദരാബാദിൽ ഏകദേശം 90% ഹിന്ദുക്കളാണ് താമസിക്കുന്നത്. അതൊരു ഇസ്ലാമിക രാഷ്ട്രമായാൽ അത് അപകടകരമാവും. പാകിസ്ഥാൻ രൂപീകരണ സമയത്തും സമാനമായ കാര്യമാണ് സംഭവിച്ചത്. നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാഗം നൽകിയാണ് പാകിസ്ഥാൻ രൂപീകരിച്ചത്. എന്നാൽ ഇനി അത് ആവർത്തിക്കില്ല. മറുവശത്ത് ഹൈദരാബാദിൽ താമസിക്കുന്ന ആളുകൾ താമസിയാതെ ഇന്ത്യയിൽ ചേരാൻ ആവശ്യപ്പെടുമെന്നും അതിനായി അവർ കലാപം നടത്തിയേക്കാമെന്നും നിസാം മനസ്സിലാക്കുന്നു. ഇതുമൂലം നിസാം ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങുന്നു. എല്ലായിടത്തും പള്ളികൾ പണിയാനും എല്ലാവരുടെയും വീടുകളിൽ ഇസ്ലാമിക പതാക സ്ഥാപിക്കാനും അയാൾ ഉത്തരവിടുന്നു. അതോടൊപ്പം ഹിന്ദി, മറാത്തി, തെലുങ്ക്, തമിഴ് തുടങ്ങിയ എല്ലാ ഭാഷകളും ഇല്ലാതാക്കാനും ജനങ്ങൾ അറബിയും ഉറുദുവും മാത്രം സംസാരിക്കണമെന്നുമായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അതിനുശേഷം ഖാസിം തന്റെ റസാക്കർ സൈന്യവുമായി ഒരു ഗ്രാമത്തിലെത്തുന്നു. അവിടെ ഒരു അധ്യാപകൻ കുട്ടികളെ തമിഴോ തെലുങ്കോ പഠിപ്പിക്കുന്നത് കണ്ട് ഖാസിം അയാളെ കൊല്ലാൻ തുടങ്ങുന്നു. കുട്ടികൾ ഒരാളെ കൊല്ലുകയും അവന്റെ രക്തം കൊണ്ട് അവിടെ ഉറുദു എഴുതുകയും ചെയ്യുന്നു. അതിനുശേഷം ആ അധ്യാപകനെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. മരത്തിൽ കയറിയ കുട്ടിയെ താഴെയിട്ട് കൊല്ലുന്നു. ജീവൻ രക്ഷിക്കാൻ ഓടുന്നതിനിടെ വീണുപോയ കുട്ടിയെ വലിയ കല്ലുകൾ കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നു. ഇനി ഇവിടെ ഉറുദു എന്നൊരു ഭാഷ മാത്രമേ പഠിപ്പിക്കൂ എന്ന് എല്ലാവരോടും പറയുന്നു. ഈ പീഡനം ജനങ്ങൾക്ക് മാത്രമല്ല, ഒരു നവജാത ശിശുവിനും കൂടിയായിരുന്നു. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ സ്വയം കൊല്ലുന്നു. കാരണം അവൾക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു. ഈ ദുഷ്ടന്മാർ പെൺകുട്ടികളോട് ചെയ്യുന്ന വൃത്തികെട്ട കാര്യങ്ങൾ ആ അമ്മ ഓർത്തുപോയി. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം, ഒരു കുഞ്ഞ് ജനിച്ചതിന് നികുതി പിരിക്കാൻ ഒരു രാജാവ് ആ അമ്മയുടെ അടുത്ത് വരുമ്പോൾ എന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് അമ്മ പറയുന്നു. അപ്പോൾ റസാക്കർ മരിച്ച കുട്ടികളുടെ പേരിൽ പോലും നികുതി ചോദിക്കുന്നുണ്ട്. ഈ അതിക്രമങ്ങളുടെ എല്ലാം കഥ പട്ടേൽജിയുടെ അടുത്തെത്തുന്നു. ഇത് സഹിക്കാൻ കഴിയില്ലെന്നും ഏതു വിധേനയും അടുത്ത 3 മാസത്തിനകം ഹൈദരാബാദിനെ ഇന്ത്യയുമായി ലയിപ്പിക്കണമെന്നും അദ്ദേഹം തന്റെ ആളുകളോട് പറയുന്നു.
അതിനുശേഷം ഹൈദരാബാദിലെ ഒരു ഗ്രാമത്തിൽ ഇളമ്മ എന്ന സ്ത്രീയെ നാം കാണുന്നുണ്ട്. അവൾ കൃഷി ചെയ്തുണ്ടാക്കിയതിന്റെ ഒരു പങ്ക് നിസാമിന്റെ ആളുകൾക്ക് സൗജന്യമായി നൽകാൻ അവൾ വിസമ്മതിക്കുന്നു. കാരണം ആ കൃഷിക്കായി അവളുടെ കഠിനാധ്വാനവും പണവും ചെലവഴിച്ചിരുന്നു. ഇതോടെ നിസാമിന്റെ ആൾ ഇളമ്മയെ കൊല്ലാൻ ഒരുങ്ങുന്നു. അപ്പോൾ നരസിംഹ റെഡ്ഡി അവിടെ എത്തി അവളെ രക്ഷിക്കുകയും നിസാമിന്റെ ഭൂവുടമയെ കൊല്ലുകയും ചെയ്യുന്നു. നരസിംഹ റെഡ്ഡി നിസാമിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും പാവപ്പെട്ടവരോട് ചെയ്യുന്ന അതിക്രമങ്ങൾ അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഈ വിഷയം ഖാസിമിന്റെ അടുത്തെത്തുന്നു. ഖാസിം പോലീസിന്റെ സഹായത്തോടെ റെഡ്ഡിയെയും കൂട്ടാളികളെയും പിടികൂടി ക്രൂരമായി മർദ്ദിച്ച ശേഷം അതേ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ നരസിംഹ റെഡ്ഡി പറഞ്ഞിരുന്നു 60 കിലോമീറ്ററിനുള്ളിൽ ആരെങ്കിലും സഹായത്തിനായി വിളിച്ചാൽ ഞാൻ സഹായിക്കാൻ ചെല്ലുമെന്ന്. എന്നാൽ അവന്റെ കേൾവിശക്തി തന്നെ ഇല്ലാതായാലോ? അതിനുശേഷം ഖാസിം തന്റെ ആളുകളോട് നരസിംഹ റെഡ്ഡിയുടെ ചെവിയിൽ കല്ലുകൾ എറിഞ്ഞ് അയാളെ ബധിരനാക്കാൻ പറയുന്നു. അങ്ങനെ ചെയ്തതിനു ശേഷം നരസിംഹ റെഡ്ഡി അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ഇതിനുശേഷം ഇളയമ്മയോടൊപ്പം കൃഷി ചെയ്തിരുന്ന ആളുകളെയും പിടിച്ച് തലകീഴായി തൂക്കിയിട്ട് താഴെ വൈക്കോലിന് തീയിടുന്നു. അവരെല്ലാവരും ജീവനോടെ വെന്തു മരിക്കുന്നു. ഇതിലൂടെ തനിക്കെതിരെ പോകുന്ന ഏതൊരാൾക്കും ഇതായിരിക്കും ഗതിയെന്ന് നിസാം സന്ദേശം നൽകുന്നു. ഹൈദരാബാദിൽ നടക്കുന്ന എല്ലാ അതിക്രമങ്ങളെക്കുറിച്ചും പട്ടേൽജിക്ക് അറിവുണ്ടായിരുന്നു. അദ്ദേഹം ജവഹർലാൽ നെഹ്റുജിയുമായി സംസാരിച്ച് ഒരു പരിഹാരം കാണണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. മറുവശത്ത് പീഡനത്തിന്റെ മറ്റൊരു ഭീകരരൂപം നാം കാണുന്നുണ്ട്. റസാക്കർമാർ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ച് അവിടെയുള്ള എല്ലാവരോടും മുസ്ലിങ്ങളാകാൻ ആവശ്യപ്പെടുന്നു. മുസ്ലിങ്ങളായാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം, എല്ലാവർക്കും ജോലി ലഭിക്കും, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും. അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ പുരുഷൻ കൊല്ലപ്പെടും, ഓരോ മണിക്കൂറിലും ഓരോ സ്ത്രീയുടെയും മാനം കവർന്നെടുക്കപ്പെടും എന്ന് പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ട് റസാക്കർ അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരുടെ മാനം കവർന്നെടുക്കുകയും ചെയ്യുന്നു. അവിടെയുള്ള കുട്ടികളെ മർദ്ദിക്കാനും തുടങ്ങുന്നു. പുരുഷന്മാരോട് ചെയ്യുന്ന പീഡനങ്ങൾ പറയാൻ പോലും പ്രയാസമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗ്രാമവാസികൾ എല്ലാവരും നരകം നേരിൽ കാണുകയായിരുന്നു. അതിനുശേഷം പലരെയും നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്നു. ബാക്കിയുള്ളവർക്ക് നാളെ വരെ സമയം നൽകുന്നു സ്വയം വന്ന് മുസ്ലിം മതം സ്വീകരിക്കാൻ. ഇതിനുശേഷം റസാക്കമാർ അവിടെ നിന്ന് പോകുമ്പോൾ ഗ്രാമീണരുടെ പശുക്കളെയും കൊണ്ടുപോകുന്നു, അവയെ കൊന്നു തിന്നാൻ വേണ്ടി. അതേ ഗ്രാമത്തിൽ ഈ കാര്യം ഇഷ്ടപ്പെടാതെ ചില ഗുസ്തിക്കാരായ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അന്ന് രാത്രി അവർ മുസ്ലിങ്ങളായവരെ തിരികെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ പിറ്റേന്ന് റസാക്കർ ഇത് കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനി ഒരു ഗ്രാമീണരും മുസ്ലിങ്ങളാകനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാ ഗ്രാമീണരെയും അവർ കൊല്ലാൻ തുടങ്ങുന്നു. ചിലരെ ചുട്ടുകൊല്ലുന്നു, ചിലരെ വെടിവെച്ചു കൊല്ലുന്നു. തുടർന്ന് ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ പല ഹിന്ദു പണ്ഡിതന്മാരും ഒരു വലിയ ഗോപുരത്തിന് മുന്നിൽ പൂജകളും ഹോമങ്ങളും നടത്താൻ തുടങ്ങുന്നു, ഹിന്ദുക്കൾ മതം മാറാതിരിക്കാൻ വേണ്ടി. എന്നാൽ റസാക്കർമാരുടെ ദൃഷ്ടി അവിടെയും എത്തിയതോടെ കൂട്ടക്കൊല ആരംഭിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം പട്ടേൽജിയുടെ അടുത്തെത്തുന്നുണ്ടായിരുന്നു. ഇനി ഇത് സഹിക്കാൻ പ്രയാസമായതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന് ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കാനും ഈ പീഡനങ്ങളെല്ലാം അവസാനിപ്പിക്കാനും വേണ്ടി പട്ടേൽജി നെഹ്റുജിയുടെ അടുത്ത് സഹായം ചോദിക്കാൻ പോകുന്നു. എന്നാൽ ഹൈദരാബാദ് നിസാമിന്റേതാണെന്നും അവർക്ക് നമ്മളുമായി ചേരാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് നെഹ്റുജി ഹൈദരാബാദിനെ ആക്രമിക്കാൻ വിസമ്മതിക്കുന്നു. നമ്മൾ ബലപ്രയോഗം നടത്തിയാൽ ഇവിടെയും പാകിസ്ഥാനെ പോലെ സാഹചര്യമുണ്ടാവും. അവിടെ ഹിന്ദുക്കൾക്കെതിരെ ശരിക്കും അതിക്രമങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നുമില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇത് കേട്ട് പട്ടേൽജി നിരാശനായി മടങ്ങുന്നു. ഇതിനുശേഷം ഹൈദരാബാദിൽ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങൾ നേരിൽ കണ്ട ഒരാൾ പട്ടേൽജിയുടെ ഉപദേഷ്ടാവിനെ കാണാൻ വരുന്നു. ആ മനുഷ്യൻ അത്തരത്തിലുള്ള ഒരു ഭയാനകമായ പീഡനം വിവരിക്കുന്നു. അന്ന് രാത്രി നിരവധി ഹിന്ദു പുരുഷന്മാരെയും സ്ത്രീകളെയും കൊന്നൊടുക്കി. അവർ ദേവിയെ സ്മരിച്ചുകൊണ്ട് തങ്ങളുടെ ഉത്സവം ആഘോഷിക്കുകയായിരുന്നു. പെട്ടെന്ന് റസാക്കർ അവിടെ എത്തി ഒരു നിമിഷം കൊണ്ട് എല്ലാ സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെ അവരുടെ കൺമുന്നിലിട്ട് കൊന്നു. അതിനുശേഷം ആ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നഗ്നരായി നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു. സ്ത്രീകൾ കുറച്ചു നേരം അതുപോലെ ചെയ്തു. എന്നാൽ റസാക്കർ പോകുമ്പോൾ ആ സ്ത്രീകളെ ഉണങ്ങിയ പുല്ലിന്റെ കൂനയിലിട്ട് തീയിട്ടു. തീയിൽ പൊതിഞ്ഞ എല്ലാ സ്ത്രീകളും രക്ഷപ്പെടാനായി നിലവിളിച്ച് ഓടുകയായിരുന്നു. എന്നാൽ അവസാനം സംഭവിച്ചത് എല്ലാ സ്ത്രീകളുടെയും വേദനാജനകമായ മരണമായിരുന്നു. ഇത് കേട്ട് ഉപദേഷ്ടാവിന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം പോലും അവർക്കറിയില്ലേ? ആ മനുഷ്യരിൽ മനുഷ്യത്വം ഒട്ടും ബാക്കിയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ ആളുകളുടെ നിസ്സഹായാവസ്ഥ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. കാരണം ഔദ്യോഗിക വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല. ഹൈദരാബാദിലെ എല്ലാ പത്രങ്ങളും നിസാമിന്റെ കീഴിലായതുകൊണ്ട് തനിക്കെതിരെ ഒന്നും എഴുതാൻ അയാൾ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് മറ്റൊരു സംഭവം നാം കാണുന്നുണ്ട്. ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാവുന്നു. അവൾക്ക് ആദ്യമായ ആർത്തവം ഉണ്ടാവുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു പെൺകുട്ടിയുടെ ആദ്യ ആർത്തവം ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ കുടുംബവും അവിടുത്തെ ആളുകളും അത് ആഘോഷിക്കുകയാണ്. പെട്ടെന്ന് ഒരു റസാക്കർ അവിടേക്ക് വരുന്നു. ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. അവൾ ഇനി കുട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമീണരെല്ലാവരും കുട്ടിയെ വിടാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവൻ കേൾക്കാത്തപ്പോൾ എല്ലാവരും ചേർന്ന് റസാക്കറിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. കുറച്ചു സമയത്തിനുള്ളിൽ ഞാൻ ഈ ഗ്രാമം മുഴുവൻ ചാരമാക്കും, നിങ്ങൾ കണ്ടോ എന്ന് ഭീഷണിപ്പെടുത്തുന്നു. കുറച്ചു സമയത്തിന് ശേഷം അയാൾ ഒരുപാട് റസാക്കറുമാരുമായി ഗ്രാമത്തിലെത്തുന്നു. ആദ്യം തന്നെ എല്ലാ പുരുഷന്മാരെയും കൊല്ലുന്നുണ്ട്. എന്നിട്ട് തന്റെ ആളുകളോട് പറയുന്നുണ്ട്, ഇനി ഇവിടുത്തെ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിപ്പില്ല. അതായത് ഈ സ്ത്രീകൾ ഇനി നിങ്ങളുടെ ഭാര്യമാരാണ്, പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. ഇതിനുശേഷം ഇത്രയധികം പ്രശ്നങ്ങൾക്ക് കാരണമായ ആ പെൺകുട്ടിയെ അവർ തടവിലാക്കി കൊണ്ടുപോകുന്നു.
ഹൈദരാബാദിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം ഒരു പത്രപ്രവർത്തകൻ തന്റെ പത്രത്തിൽ എഴുതുന്നു. ആ പത്രം ഹൈദരാബാദിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലും വിതരണം ചെയ്യപ്പെടുന്നു. അതോടെ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാവുന്ന പീഡനങ്ങളെ കുറിച്ച് പലരും അറിയുന്നു. ഈ പത്രം പട്ടേൽജിയുടെ കയ്യിലും എത്തുന്നുണ്ട്. ഹൈദരാബാദിൽ എന്ത് വൃത്തികെട്ട പ്രവൃത്തികളാണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ കൃത്യമായ തെളിവ് ലഭിച്ചു. ഈ പത്രത്തെക്കുറിച്ച് ഖാസിം അറിയുന്നതോടെ അവിടെ താമസിക്കുന്ന എല്ലാ മുസ്ലിങ്ങളെയും വിളിച്ചുകൂട്ടി പ്രകോപനപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മോടൊപ്പം ജീവിക്കുന്ന ചിലർ നമ്മളെ വഞ്ചിക്കുകയും നമ്മുടെ നിസാമിനെതിരെ എഴുതുകയും ചെയ്യുന്നു. അവരാരാണ്? നിസാമിനെതിരെ എഴുതുന്നവരെ എത്രയും പെട്ടെന്ന് നമ്മൾ കൊല്ലണം. ഇത് കേട്ട് പല റസാക്കർമാരും രോക്ഷാകുലരാകുന്നു. അവർ നിസാമിനെതിരെ എഴുതിയ പത്രപ്രവർത്തകന്റെ അടുത്തേക്ക് എത്തുന്നു. ആ പത്രപ്രവർത്തകൻ ഒരു മുസ്ലിം ആയിരുന്നെങ്കിലും അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യരോടല്ലേ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂ, മൃഗങ്ങളോടല്ലല്ലോ. അതുകൊണ്ട് റസാക്കർ ആദ്യം ആ പത്രപ്രവർത്തകന്റെ കൈകൾ വെട്ടുന്നു. എന്നിട്ടും അയാൾക്ക് കാര്യം മനസ്സിലായില്ലെന്ന് തോന്നിയപ്പോൾ അവർ അവന്റെ കഴുത്തറക്കുന്നു. അയാളുടെ സഹോദരനോടും ഇത് തന്നെ ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇതുപോലെ എഴുതാൻ ധൈര്യപ്പെടാതിരിക്കാൻ. ഇതെല്ലാം കണ്ടിട്ട് 3 ഹിന്ദു സഹോദരന്മാർ ഒരു പദ്ധതി ഇടുന്നു. ഈ പീഡനം അവസാനിപ്പിക്കണമെങ്കിൽ നിസാമിനെ കൊല്ലണം. അതിനായി പല ദിവസത്തെ ആസൂത്രണത്തിന് ശേഷം അവർ 3 പേരും മുസ്ലിങ്ങളായി വേഷം മാറി നിസാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരു ദിവസം അവർക്ക് 3 പേർക്കും അവസരം ലഭിക്കുന്നുണ്ട്. അവരിൽ ഒരാൾ നിസാമിന്റെ നേരെ ബോംബ് എറിയുന്നു. എന്നാൽ ബോംബ് ശരിയായ സ്ഥലത്ത് വീഴാത്തതുകൊണ്ട് നിസാം രക്ഷപ്പെടുന്നു. എന്നാൽ ആരാണ് ബോംബ് എറിഞ്ഞതെന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കാണുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ചേർന്ന് ആ മനുഷ്യനെ ആക്രമിക്കുകയും അയാളെ മാത്രം പിടികൂടുകയും ചെയ്യുന്നു. അവന്റെ മറ്റു 2 ഹിന്ദു സഹോദരന്മാർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം ആ മനുഷ്യനെ ഖാസിമിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മണിക്കൂറുകളോളം മർദ്ദിച്ചതിന് ശേഷം അവന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ആരാണെന്ന് കണ്ടെത്തുന്നു. അതൊരു ഹിന്ദു ആയിരുന്നു. ഒരുപാട് മർദ്ദനമേറ്റതുകൊണ്ട് അയാൾക്ക് അതിയായി ദാഹിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഒരു പാത്രത്തിൽ മൂത്രമൊഴിച്ച് അത് അയാളെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു. എന്നിട്ട് കഴുത്തറുത്ത് കൊല്ലുന്നു. എന്നാൽ ഇതിലൂടെ ഖാസിമിനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഹിന്ദുക്കൾ ഇനി മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. അവർ എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ കലാപം നടത്തിയേക്കാം. അതുകൊണ്ട് ഖാസിം നിസാമിന് മുന്നറിയിപ്പ് നൽകുകയും യുദ്ധത്തിന് തയ്യാറാകാൻ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം നിസാം 202 കോടി രൂപ പാകിസ്ഥാന് നൽകുകയും അവിടുത്തെ നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഭാവിയിൽ ഹൈദരാബാദ് ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ മറുവശത്ത് നിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി. ഇത് മാത്രമല്ല, നിസാം തന്റെ ഭരണത്തിനായി ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം ആയുധങ്ങൾ വരുത്തുകയും ഗ്രാമത്തിൽ നിന്ന് ഒരു തുറമുഖം വാങ്ങുകയും ചെയ്യുന്നു. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ. ഇങ്ങനെ നിസാം ഇന്ത്യൻ സൈനികവുമായി യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചാൽ തനിക്ക് അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും നിസാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഖാസിം പട്ടേൽജിയെ കാണാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ട്, ദയവായി ഞങ്ങളെ അനുവദിക്കൂ എന്ന് പറയുന്നു. പട്ടേൽജി മറുപടി നൽകുന്നുണ്ട്. ഈ രാജ്യത്തെ നിരവധി ആളുകൾ നിങ്ങളുടെ സംസ്ഥാനത്തിനകത്ത് താമസിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഹൈദരാബാദ് നിങ്ങളുടേതാകില്ല. നിങ്ങൾ ഇന്ത്യക്കാർക്കെതിരെ കലാപം നടത്തുകയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനെ ഞങ്ങൾക്കെതിരെ നിർത്താൻ നിങ്ങൾ ഒരുപാട് പണം നൽകിയിട്ടുണ്ടെന്നും ഞങ്ങൾക്കറിയാം. ഇതെല്ലാം കേട്ട് ഖാസിം പറയുന്നു, നിങ്ങൾ ഹൈദരാബാദിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവിടെ താമസിക്കുന്ന 2 കോടി ഹിന്ദുക്കളെ ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് കൊല്ലും. പട്ടേൽജി പറയുന്നുണ്ട്, നിങ്ങളുടെയും നിങ്ങളുടെ നിസാമിന്റെയും കുടുംബം അവിടെയുണ്ട്. അവരുടെ കാര്യം എന്താകും? ഖാസിം ദേശത്തിൽ പോകുന്നു. പട്ടേൽജി നെഹ്റുജിയുമായി സംസാരിച്ച് ഹൈദരാബാദിനെ ആക്രമിക്കണമെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ നെഹ്റുജി പറയുന്നത് മറ്റൊന്നാണ്. ഇന്ത്യ ഇന്ന് വരെ ആരെയും ആദ്യം ആക്രമിച്ചിട്ടില്ല. പട്ടേൽജി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ കാത്തിരിക്കണം എന്നാണോ? അവർ ആദ്യം ആക്രമിക്കട്ടെ എന്നാണോ? ഒരുപാട് ആലോചനകൾക്ക് ശേഷം നെഹ്റുജിയും ആക്രമിക്കാൻ സമ്മതിക്കുന്നു. അന്ന് രാത്രി തന്നെ ഇന്ത്യൻ സൈന്യത്തെ വിളിച്ച് ഹൈദരാബാദിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു. ഇതറിഞ്ഞ നിസാം റസാക്കറുമായി ചേർന്ന് എല്ലാ ഹിന്ദുക്കളെയും കൊല്ലാൻ പുറപ്പെടുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഹിന്ദുക്കളുടെ മനസ്സിലെ ഭയവും അവസാനിച്ചിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് റസാക്കർമാർക്കെതിരെ നിലകൊള്ളുന്നു. ഇതിന്റെ ഫലമായി പലയിടത്തും ആയിരക്കണക്കിന് റസാക്കർമാർ കൊല്ലപ്പെടുന്നുണ്ട്. ഇത് ഹിന്ദുക്കൾക്ക് ഈ പീഡനത്തിൽ നിന്ന് ഒരു മോചന മാർഗം നൽകുന്നു. മറുവശത്ത് പിറ്റേന്ന് തന്നെ ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിൽ പ്രവേശിച്ച് റസാക്കർമാരെ ഓരോരുത്തരായി കൊന്നൊടുക്കാൻ തുടങ്ങുന്നു. സൈന്യത്തെ ആക്രമിക്കാൻ ഒളിച്ചിരുന്നിടത്തെല്ലാം അവിടുത്തെ ജനങ്ങളും സൈന്യത്തെ സഹായിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ റസാക്കർമാർ നാമാശേഷമാവുന്നു. നിസാമും തന്റെ അവസാനം മുന്നിൽ കാണാൻ തുടങ്ങുന്നുണ്ട്. നിസാം പാകിസ്ഥാനോട് സഹായം ചോദിക്കുന്നു, ഇന്ത്യയെ ഇപ്പോൾ ആക്രമിക്കാൻ വേണ്ടി. എന്നാൽ ഇന്ത്യയുടേതാകാൻ കഴിയാത്ത പാകിസ്ഥാൻ എങ്ങനെ ഹൈദരാബാദിന്റേതാകും? പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വിസമ്മതിക്കുകയും എന്തെങ്കിലും ഒഴുകഴിവ് പറഞ്ഞ് വിഷയം മാറ്റുകയും ചെയ്യുന്നു. ആ സമയത്ത് ഇന്ത്യൻ സൈന്യം എല്ലാ റസാക്കർമാരെയും കൊല്ലുന്നു. നിരവധി മുസ്ലിങ്ങളും റസാക്കർമാർക്കെതിരെ വന്ന് നിൽക്കുന്നു. അവസാനം നിസാമിന് ഇന്ത്യൻ സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. തന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി നിസാം റേഡിയോയിൽ തത്സമയം വന്ന് പറയുന്നുണ്ട്, ഇനി മുതൽ ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാണ്, ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭരണം നടക്കുമെന്ന്. ഈ വാർത്ത കേട്ടതോടെ രാജ്യമെമ്പാടും സന്തോഷത്തിന്റെ അന്തരീക്ഷം പടരുന്നു. ഇപ്പോൾ ഇന്ത്യ പൂർണ്ണമായിരിക്കുന്നു. എല്ലാവരും സർദാർ വല്ലഭായ് പട്ടേലിന് നന്ദി പറയാൻ തുടങ്ങുന്നു. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായത്. ഇതോടെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.